സിനിമയുടെ ഓരോ ഫ്രെയിമും ഓരോ പെയിന്റിംഗ് ആണെന്ന് തെളിയിച്ച ഒരു സംവിധായകനുണ്ട്. സിനിമയെ കടും നിറങ്ങളാൽ നിറച്ച സംവിധായകൻ. നമ്മുടെയെല്ലാം സിനിമാ കാഴ്ചകളിൽ പ്രണയത്തിന്റെയും ഗൃഹാതുരതയുടെയും ഫ്രെയിമുകൾ കുത്തി നിറച്ച ഭരതൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 28 വർഷമാകുന്നു. ഇമേജിലൂടെ ആംബിയൻസ് സൃഷ്ടിക്കുന്നതായിരുന്നു ഭരതന്റെ ശൈലി. കടും നിറങ്ങളാൽ കോറിയിട്ട കണ്ണഞ്ചിപ്പിക്കുന്ന ചിത്രങ്ങൾ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. ചിത്രകാരനായിരുന്നു ഭരതൻ, ശില്പിയും. പച്ചയായ മനുഷ്യരുടെ വിചാരവികാരങ്ങളെ വരച്ചിടാനുള്ള ക്യാൻവാസ് മാത്രമായിരുന്നു അയാൾക്ക് സിനിമ. ആ ക്യാൻവാസിൽ അയാൾ വർണ്ണങ്ങൾ മാറ്റി മാറ്റി പരീക്ഷിച്ചു. ദൃശ്യവൈവിധ്യങ്ങൾ കൊണ്ട് മലയാള സിനിമയെ ഭരതൻ സമ്പന്നമാക്കി. കലാസംവിധായകനായാണ് ഭരതന്റെ ചലച്ചിത്ര ലോകത്തേക്കുള്ള പ്രവേശനം. വിൻസെന്റ് സംവിധാനം ചെയ്ത ഗന്ധർവ ക്ഷേത്രത്തിലൂടെ, പിന്നീട് സംവിധായകനായി മലയാള സിനിമയുടെ എല്ലാമായി. ചുവന്ന വലിയ പൊട്ടുതൊട്ട സ്ത്രീ കഥാപാത്രങ്ങളെ ഭരതന്റെ സിനിമകളിലെല്ലാം കാണാം. എത്ര ഭംഗിയായാണ് തന്റെ കഥയിൽ പെണ്ണുങ്ങളെ അയാൾ വരച്ചിടുന്നത്. പെണ്ണിന്റെയും പ്രകൃതിയുടെയും സമ്മിശ്ര ഭാവങ്ങളെ എത്ര അനായാസമായാണ് ഭരതൻ പകർത്തിയത്. പെൺമനസ്സിന്റെ വികാരങ്ങളെയും സങ്കീർണതകളെയും ഇത്രയേറെ ആഴത്തിൽ പ്രതിഫലിപ്പിച്ച മറ്റൊരു ചലച്ചിത്രകാരനുണ്ടോ? മലയാള സിനിമ അന്നുവരെ പിന്തുടർന്നവയിൽ നിന്നുള്ള പൊളിച്ചെഴുത്തു കൂടിയായിരുന്നു ഭരതൻ സിനിമകൾ. രതി അശ്ലീലമല്ലെന്ന് മലയാളിയെ പഠിപ്പിച്ചതിൽ ഭരതനും വലിയൊരു പങ്കുണ്ട്. രതിചിത്രങ്ങൾ എന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെടുമായിരുന്ന സിനിമകളെ വരെ മികച്ച കലാസൃഷ്ടികളാക്കി മാറ്റാൻ ആ ഭരതൻ ടച്ച് മതിയായിരുന്നു. രതി നിർവേദം, തകര, ചാട്ട, ലോറി, പറങ്കിമല, ചാമരം എന്നിങ്ങനെ ഭരതന്റെ എത്രയോ സിനിമകൾ മലയാളിയുടെ പല മുൻവിധികളെയും ചട്ടക്കൂടുകളെയും പൊളിച്ചെഴുതി. മലയാളിയുടെ വികലമായ ലൈംഗിക ബോധത്തിന്റെയും അതിൽ പൊതിഞ്ഞ കപട സദാചാരത്തിന്റെയും ഇടയിൽ വീർപ്പുമുട്ടുന്ന കൗമാര യൗവനങ്ങളുടെ വിചാരങ്ങളെ അനായാസമായി പകർത്താൻ ചാമരത്തിലൂടെ ഭരതന് കഴിഞ്ഞു. രതിയെ അശ്ലീലതയിൽ നിന്ന് മാറ്റിക്കെട്ടുക ആ കാലത്ത് അത്ര എളുപ്പമായിരുന്നില്ല. അവിടെയാണ് ഭരതന്റെ ബ്രില്യൻസും കൈയടക്കവും. പ്രകൃതി ദൃശ്യങ്ങളെ പകർത്തുമ്പോൾ ഭരതൻ ചിത്രകാരനായി മാറും. വൈശാലി തന്നെ എടുക്കാം. പ്രകൃതിയെ ഒപ്പിയെടുക്കുന്നതിൽ, അതിന്റെ സൗന്ദര്യത്തെ ഒട്ടും ചോരാതെ തിരശീലയിലേക്ക് പകർത്തുന്നതിൽ ഭരതൻ വിജയിച്ചു. വൈശാലിയെ ഇത്ര മിഴിവുറ്റതാക്കാൻ മറ്റൊരു സംവിധായകന് കഴിയുമോ? ഇല്ലെന്നുറപ്പ്. ഭരതനും പത്മരാജനും. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഈ കൂട്ടുകെട്ട്. പത്മരാജന്റെ സിനിമകളെ കവിതകളോട് കൂട്ടിക്കെട്ടാറുണ്ട്. പക്ഷേ ഭരതൻ സിനിമകൾ ചിത്രങ്ങൾ പോലെയാണെന്നാണ് പറയാറ്. അത് ശരിയുമാണ്. താരങ്ങളല്ല, കഥയിലാണ് സിനിമയുടെ ശക്തിയെന്ന് ഭരതൻ സിനിമകൾ അടിവരയിടുന്നുണ്ട്. സകലകലാ വല്ലഭൻ എന്ന് സംശയമേതുമില്ലാതെ ഭരതനെ വിളിക്കാം. കേളി എന്ന സിനിമയിലെ താരം വാൽക്കണ്ണാടി നോക്കിയെന്ന ഗാനം പലർക്കും പ്രിയപ്പെട്ടതാണ്. ഹിന്ദോളം രാഗത്തിലെ ആ പാട്ടൊരുക്കിയത് ഭരതനാണെന്ന് എത്ര പേർക്കറിയാം. കാതോട് കാതോരം എന്ന സിനിമയ്ക്കായി ഔസേപ്പച്ചന്റെ കൂടെ ഭരതൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഭരതൻ വരച്ച സിനിമാ പോസ്റ്ററുകൾക്കും പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് ഇന്നും. ഒടുവിൽ ചമയങ്ങളെല്ലാം അഴിച്ചുവെച്ച് തിരശീലയിലെ വർണ്ണവിസ്മയങ്ങൾ ബാക്കിയാക്കി അവസാന യാത്രയ്ക്ക് ഭരതൻ ഇറങ്ങി ഒറ്റയ്ക്ക്. പക്ഷേ മലയാളിയുടെ ഓർമ്മയുടെ താഴ്വാരത്തെങ്ങും ഭരതൻ ഉണ്ടാകും. മലയാള സിനിമയിൽ ആ ഭരതൻ ടച്ച് എക്കാലവും നിലനിൽക്കും.